നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 ഇടവമാസം 10-ാം തീയതി, അതായത് 2026 മെയ് മാസം 24-ാം തീയതി. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:05, അസ്തമയം വൈകിട്ട് 6:37 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ നവമി തിഥിയാണ്. നവമി റിക്താ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ജ്യോതിഷത്തിൽ തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിസ്ത്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുന്നതോടുകൂടി ധാരാളം സമ്പത്തുണ്ടാകും. അതിനാൽ തിഥി നവമിയാണ്, റിക്താ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. അപ്രകാരം 3 തിഥികളുണ്ട്. ചതുർത്ഥി 4-ാമത്തെ തിഥി, നവമി 9-ാമത്തെ തിഥി, അപ്രകാരം ചതുർദശി 14-ാമത്തെ തിഥി. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും തിഥി ദുർബലമാണെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. ഇന്നത്തെ നക്ഷത്രമാണെങ്കിൽ പൂർവ്വ ഫൽഗുണി എന്ന പൂരം നക്ഷത്രമാണ്. ഒരു വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രമാണ് പൂരം നക്ഷത്രം. 3 പൂരങ്ങളും അപകടങ്ങളാണ്, പക്ഷേ 3 ഉത്രങ്ങളും നല്ലതാണ്. ഉത്രത്രയം എന്നാൽ 9 നക്ഷത്രങ്ങൾ വളരെ ഗുണമാണ്, ഞാനെപ്പോഴും പറയാറുണ്ട്. പക്ഷേ മുപ്പൂരം, പൂരം, പുരാണം, പുരൂരുട്ടാതി ഒരു ശുഭകാര്യത്തിനും യാത്രയ്ക്കോ വിത്തിട്ടാലോ പൊടിക്കാത്ത നക്ഷത്രമാണ്. അപ്രകാരമുള്ള നക്ഷത്രമാണ് യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്ല. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് ഇന്നത്തെ ദിനം അനുകൂലമല്ല. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഇന്ന് റിക്താതിഥിയാണ്, പൂർവ്വഫൽഗുണി എന്ന പൂരം നക്ഷത്രമാണ്. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും ഇന്നത്തെ ദിനം അനുകൂലമല്ല. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഇന്ന് ദാമ്പത്യത്തിൽ ക്ലേശമുള്ള ദമ്പതികൾക്ക് ഐക്യമത്യ അർച്ചന അല്ലെങ്കിൽ ദാമ്പത്യ മുട്ട് എവിടെ ചെയ്യാം? ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ ചെയ്യാം. വിവാഹത്തിൻ്റെ തീരുമാനം പെട്ടെന്നുണ്ടാകാൻ വേണ്ടി ഇപ്രകാരം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലോ ശിവപാർവതി ക്ഷേത്രത്തിലോ സ്വയംവര അർച്ചന യുവാവിനും യുവതിക്കും ചെയ്യാം. അതിലൂടെ വിവാഹ വിഷയങ്ങൾക്ക് നല്ല ഉത്തമമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി ദേവീപ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണ്. കാരണം പൂരനക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാണ്. അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷീവ, ഭൃഗുനന്ദന. ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷി ഇതൊക്കെ ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ, ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.